ക്രോസ് ബൈറ്റ് എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ക്രോസ് ബൈറ്റ്? എങ്ങനെയാണ് പാരന്റ്സിന് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക? നമ്മൾ സാധാരണ കടിക്കുന്ന സമയത്ത് മുകളിലെ വരിയിലെ പല്ലാണ് നമുക്ക് പുറമേ വേണ്ടത്. താഴത്തെ കീഴ്ത്താടിയിലെ പല്ല് ഉള്ളിലായിട്ടാണ് നമ്മൾ കടിക്കുന്നത്. ഇതിലെ നേരെ റിവേഴ്സ് ഓർഡർ ആണ് ക്രോസ് ബൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കടിക്കുന്ന സമയത്ത് താഴെ വരിയിലെ പല്ല് മുന്നിലും മുകളിലെ വരിയിലെ പല്ല് ഉള്ളിലുമായിട്ട് കടിക്കുന്ന അവസ്ഥയാണ് ക്രോസ് ബൈറ്റ്. അത് പലതരം കാരണങ്ങൾ കൊണ്ടുവരാം. പല്ലിന്റെ കാരണങ്ങൾ കൊണ്ടുവരാം. അപ്പൊ ഒരു പല്ല് എടുക്കാൻ താമസിച്ചു, പാൽപ്പല്ല് വന്നത് നമ്മൾ എടുക്കാൻ താമസിച്ചു, അതിന്റെ ഉള്ളിലൂടെ പല്ല് വന്നു. അതിന് ശേഷമാണ് നമ്മൾ പാൽപ്പല്ല് റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പല്ലിന്റെ പൊസിഷൻ പുറകിലായിരിക്കും. ഇപ്പൊ കടി ചെറിയ വ്യത്യാസം വരും. അപ്പൊ അങ്ങനെയുള്ള പല്ലിന്റെ മാത്രം കറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ക്ലിപ്പൊക്കെ വെച്ചിട്ട് നമുക്കത് ആ പല്ലിന് മാത്രം മുന്നിലോട്ട് തള്ളി വന്നാൽ മതി. വേറൊരു കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലിന്റെ വളർച്ചയിലുള്ള ഏറ്റക്കുറച്ചിലുകൾ. മുകളിലെ എല്ലിന് വളർച്ച കുറവാണ് എന്നുണ്ടെങ്കിൽ താടി ക്രമേണ മുന്നിലോട്ട് ഉന്തി വരും. മുകളിലെ എല്ലില് ഉള്ള പല്ലുകളെല്ലാം ഉള്ളിലോട്ടായി പോകും. അപ്പൊ അങ്ങനെയുള്ള കേസാണ്. സ്കെലറ്റൽ കറക്ഷൻ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബെൽറ്റ് ഒക്കെ വെച്ചിട്ട് മുകളിലെ എല്ലിനെ മുന്നോട്ട് വലിച്ചു കൊണ്ടുവരണം. ഇനി അല്ലെങ്കിൽ താടിയെല്ലിന്റെ എക്സസ് വളർച്ച, മുകളിലെ എല്ല് നോർമലാണ്, താടിയെല്ല് കൂടുതലായിട്ട് മുന്നിലോട്ട് വന്നു, അതിനാണെങ്കിലും താടിയെല്ലിനെ നമുക്ക് പിടിച്ചു വെക്കാനായിട്ട് പറ്റും ഗ്രോയിങ് ഏജിലാണെങ്കിൽ. ഇതെല്ലാം ആ സമയത്ത് ഡിറ്റക്ട് ചെയ്യാന്നുള്ളത് വളരെ കാര്യമുള്ളതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സർജിക്കൽ കറക്ഷൻ തന്നെ ഇതിലൊക്കെ ചെയ്യാനുള്ളൂ.